എന്ന കാര്യത്തിന്റെ കാര്യം ഗൗരവത്തിൽ ഉൾക്കൊള്ളാനും അത് അവരുടെ ഹൃദയങ്ങളിൽ ഉറയ്ക്കാനും വേണ്ടി തങ്ങൾ ചില കാര്യങ്ങൾ പ്രത്യേകമായ രീതിയിൽ ചോദിക്കുമായിരുന്നു. മറ്റു പല ഹദീസുകളിലും തങ്ങൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഒരു കാര്യം പറയുക എന്നതിലുപരി അതിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ പറയുന്നുണ്ട്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ തോളിൽ തങ്ങൾ പിടിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, കുൻ ഫി ദുനിയ കഅന്നക ഗരീബ്. അപ്പൊ തങ്ങൾ ആദ്യം അവിടെ തോളിൽ പിടിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ശ്രദ്ധയെ തങ്ങളിലേക്ക് പൂർണ്ണമായി കൊണ്ടുവന്നു. എന്നിട്ട് തങ്ങൾ ആ പറയാനുള്ള കാര്യത്തെ അദ്ദേഹം പറയുകയും ചെയ്തു. സൽമാൻ ഫാരിസ് റളിയല്ലാഹു തആല അൻഹു റിവായത്തിൽ വരുന്നുണ്ട്, അദ്ദേഹം പറയുന്ന ഒരിക്കൽ ഒരു വൃക്ഷം ഇലകൾ പൊഴിയുന്ന സമയത്ത് ഒരു വൃക്ഷം തങ്ങൾ കുലുക്കി. എന്നിട്ട് തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, നീ എന്താണ് എന്നോട് ചോദിക്കാത്തത്? ഞാൻ എന്തിനാണ് ഇത് ചെയ്തതെന്ന്. അപ്പൊ അദ്ദേഹം ചോദിച്ചു. അപ്പൊ തങ്ങൾ പറഞ്ഞു, ഇതുപോലെയാണ് ഒരു മുസ്ലിം നമസ്കരിച്ചാൽ, അഞ്ചു നേരം നമസ്കരിച്ചാൽ അവന്റെ പാപങ്ങൾ ഈ ഇല പൊഴിഞ്ഞു പോയതുപോലെ അവന്റെ പാപങ്ങൾ പൊഴിഞ്ഞു പോകും. അപ്പൊ ഇത് തങ്ങളൊരു താലീമിന്റെ രീതിയായിരുന്നു. പറയുന്ന കാര്യത്തിലേക്ക് ശ്രോതാവിന്റെ ശ്രദ്ധയെ കൊണ്ടുവരാനും ആ കാര്യം നല്ലവണ്ണം ഗ്രഹിക്കാനും വേണ്ടി ചില മാർഗങ്ങൾ, ചില പ്രത്യേകമായ രീതിയിൽ തങ്ങൾ സഹാബത്തിനോട് പറയുമായിരുന്നു. അപ്പൊ ഇവിടെയും തങ്ങൾ ഉപയോഗിച്ച് ആദ്യമേ ചോദിക്കാൻ, ഒരു ചോദ്യം അങ്ങോട്ട് ഇടുകയാണ്. തദ്റൂന മൽ ഗീബ, ഗീബത്ത് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ഖാലു, സഹാബാക്കൾ പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു ആലം, അള്ളാഹും റസൂലുമാണ് ഏറ്റവും കൂടുതൽ അറിയുന്നത്. സഹാബാക്കൾ ഉണ്ടായിരുന്ന ഒരു അദബിന്റെ ഉയർന്നൊരു ഭാഗം. അവർക്ക് അറിയുന്ന കാര്യമാണെങ്കിൽ പോലും, കാരണം മറ്റു പല ഹദീസുകളിലും സഹാബാക്കൾ അറിയുന്ന കാര്യമാണെങ്കിൽ പോലും സഹാബാക്കൾ മറുപടി പറഞ്ഞത് അള്ളാഹു റസൂലു ആലം. ഇതുപോലെ ഹജ്ജത്തിൽ വദായിൽ തങ്ങളുടെ ഖുതുബയിൽ തങ്ങൾ ചോദിക്കുന്നുണ്ട്, ഇത് ഏത് മാസമാണ്, ഇത് ഏത് സ്ഥലമാണ്? സഹാബാക്കൾക്ക് അറിയാം ഇത് ഏതാ സ്ഥലമെന്ന്, ഏതാ മാസമെന്നും അറിയാം. പക്ഷെ അള്ളാഹു റസൂലു ആലം, അള്ളാഹും റസൂലുമാണ് ഏറ്റവും കൂടുതൽ അറിയുന്നത്. സഹാബാക്കളുടെ അദബായിരുന്നു, വിധങ്ങളുള്ള ബഹുമാനമായിരുന്നു. താലീമിൽ ദീൻ പഠിക്കുമ്പോൾ ഒരു മുത്താലിമിൽ പഠിക്കുന്ന വ്യക്തികൾ ഉണ്ടായിത്തീരേണ്ട ഒരു ഉയർന്ന കാര്യമാണ് അദബ് എന്നുള്ളത്. അതുകൊണ്ട് ഉലമാക്കൾ പറയാറുണ്ട്, അറിയില്ലാത്തൊരു കാര്യം സംബന്ധിച്ച് ലാ അതിരി, എനിക്ക് അറിയുകയില്ല എന്ന് പറയില്ല, അത് നിസ്ഫുൽ ഇൽമാൻ, ഇൽമിന്റെ പകുതിയാണ്. പലപ്പോഴും അറിയില്ലാത്ത കാര്യങ്ങൾ അറിവ് നടിച്ച് പലപ്പോഴും തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ശീലം വ്യാപകമായി കാണാം. ഈ അമർനാളിന്റെ അടയാളമാണ് വിവരമില്ലാത്തവർ ദീനിന്റെ കാര്യങ്ങൾ വിധി പറയുക എന്നുള്ളത്. സഹാബാക്കൾ സംബന്ധിച്ച് എഴുതിയിട്ടുണ്ട്, ചില കാര്യങ്ങൾ സഹാബാക്കൾ അവർ അതിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു മാറുമായിരുന്നു. സ്വന്തമായി അവർ ആ കാര്യത്തെ തിരഞ്ഞെടുക്കുകയില്ലായിരുന്നു. അതിലൊന്ന് ഇമാമത്തായിരുന്നു, അവർ സാധിക്കുമെങ്കിൽ മറ്റൊരാളെ ഏൽപ്പിക്കുമായിരുന്നു. രണ്ട്, അമാനത്ത്, പരമാവധി ഒരു വളരെ ഗൗരവമുള്ള കാര്യമായ പേരിൽ അമാനത്ത് അവർ ഏറ്റെടുക്കാൻ വിസമ്മതിക്കുമായിരുന്നു. മൂന്നാമത്തത് ഫത്വയാണ്, ഒരു കാര്യത്തിന്റെ മസ്അലയെ കുറിച്ച് ചോദിച്ചാൽ അവർ മറ്റൊരാളെ കൊണ്ട് അത് പറയിപ്പിക്കാൻ നോക്കുമായിരുന്നു, അവർ ഒഴിഞ്ഞു മാറാൻ നോക്കുമായിരുന്നു. അത്രയും ഗൗരവമുള്ള വിഷയമാണ്. പല സഹാബാക്കളും ദീന്റെ ഫത്വകൾ ചോദിച്ചാൽ അവരെക്കാൾ താഴ്ന്ന താബീങ്ങളായ പല മഹാന്മാടുകൾക്ക് പറഞ്ഞേക്കുമായിരുന്നു അവരോട് ചോദിക്കാൻ വേണ്ടി. അപ്പൊ അറിവില്ലാത്ത കാര്യത്തെക്കുറിച്ച് അത് അറിയുകയില്ല എന്ന് പറയൽ അതൊരു ഇൽമിന്റെ ഭാഗം തന്നെയാണ്. അതല്ലാതെ അറിയില്ലാത്ത കാര്യത്തെക്കുറിച്ച് ജനങ്ങളെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് തെറ്റായ ഒരു കാര്യം പറയുക, അത് വലിയ ഫിത്നകൾക്കും വലിയ വഴികേടിനും കാരണമായി തീരും. അപ്പൊ സഹാബാക്കൾ ഇവിടെ അള്ളാഹു റസൂലും ആലം, അള്ളാഹും റസൂലുമാണ് ഏറ്റവും കൂടുതൽ അറിയുന്നത് സഹാബാക്കൾ മറുപടി പറഞ്ഞു. അപ്പൊ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഗീബത്ത് എന്നാൽ ദിക്റുക അഖാക ബിമാ യക്റഹ്, തന്റെ സഹോദരന്റെ അഭാവത്തിൽ അവനെക്കുറിച്ച് അവൻ ഇഷ്ടമില്ലാത്ത കാര്യം പറയണം. ഈ പറയലാണ് ദിക്റുക അഖാക്, നിന്റെ അഖാക്ക്, ഇവിടെയും തങ്ങൾ അഖാക്ക, നിന്റെ സഹോദരൻ. ഒരു മുസ്ലിമും മറ്റൊരു മുസ്ലിമിനെ സ്വന്തം സഹോദരനായി കാണണം. അൽ മുസ്ലിം അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. ഞങ്ങൾ പറഞ്ഞു, ഏതുപോലെയാണ് ഒരു മുസ്ലിമിന്റെ ഉപമ? കണ്ണാടി പോലെയാണ്. അൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ കണ്ണാടിയാണ്, ഹദീസിൽ വരുന്നുണ്ട്. ഒരു മക്കൾ പറയാം, കണ്ണാടിയുടെ പ്രത്യേകത അത് സ്വന്തത്തെ മാത്രമേ കാണിക്കുകയുള്ളൂ, മറ്റൊരാൾ കാണാൻ സാധിക്കും. സ്വന്തം നമ്മുടെ ഐബുകൾ നമുക്ക് കണ്ണാടിയിൽ കാണാം.
ഇതുപോലെ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ കണ്ണാടിയാണ്. സ്വന്തം ഐബായി മനസ്സിലാക്കും, അത് മറ്റൊരാളുടെ മുന്നിൽ പറയുകയില്ല. അതിന് തിരുത്തേണ്ട കാര്യങ്ങൾ അവന്റെ മുന്നിൽ അവനെ ഉണർത്തും എന്നല്ലാതെ ആ ഇബനെ മറ്റുള്ളവരുടെ മുന്നിൽ വെളിവാക്കുകയില്ല. അവിടെ താങ്കൾ ഉപയോഗിച്ച ദിക്റുക അഖാക, നിന്റെ സഹോദരന്റെ കുറിച്ച് നീ പറ. അവന്റെ അഭാവത്തിന് പറയലാണ് ബിമാ യക്ര, അവൻ വെറുക്കുന്ന കാര്യത്തെക്കുറിച്ച്, അവന് ഇഷ്ടമില്ലാത്ത കാര്യത്തെക്കുറിച്ച്. അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു അഫറഅയ്ത ഇൻ കാന ഫീ അഖീ മാ അഖൂൽ, ഇനി നബി അപ്പോൾ പറയുന്ന കാര്യം, ആ പറയപ്പെട്ട കാര്യം അയാളിൽ ഉള്ളതാണെങ്കിൽ ഗീബത്താകുമോ? പറഞ്ഞ കാര്യം ഞാൻ എൻ്റെ സഹോദരനിൽ ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞതെങ്കിൽ അത് ഗീബത്താകുമോ? ഖാല, തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ കാന ഫീഹി മാ തഖൂൽ, അയാളിൽ ഉള്ള കാര്യമാണെങ്കിലാണ് ഗീബത്ത്. ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നീ അവനിൽ ഇല്ലാത്ത കാര്യമാണ് പറയുന്നതെങ്കിൽ ഇൻ കാന ഫീഹി മാ തഖൂൽ ഫഖദ് ഇഗ്തബ്തഹു, അവനുള്ള കാര്യം പറഞ്ഞാൽ അവന് ഗീബത്ത് പറഞ്ഞു. വ ഇല്ലം യകുൻ ഫീഹി ഫഖദ് ബഹത്തഹു, ഇല്ലാത്ത കാര്യം ഇല്ലം യകുൻ ഫീഹി, അവൻ ഇല്ലാത്ത കാര്യമാണെന്ന് പറയുന്നതെങ്കിൽ ഫഖദ് ബഹത്തഹു, അവന്റെ മേൽ ബുഹ്താൻ, അപവാദം പറഞ്ഞിരിക്കുന്നു. ഈ ഹദീസിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗീബത്തിന്റെ ഗൗരവത്തെ കുറിച്ച് പറയുകയാണ്. അങ്ങനെ ധാരാളം ഹദീസുകളിൽ ഗീബത്ത് എന്ന തിന്മയെക്കുറിച്ചും അതിന്റെ ആ പാപത്തിന്റെ ഗൗരവത്തെക്കുറിച്ചും ധാരാളമായി തങ്ങൾ പറയുന്നുണ്ട്. ഒരിക്കൽ സഹാബാക്കളെ കൂടെ ഇരിക്കുമ്പോൾ ഒരു ദുർഗന്ധം ഉയരുകയുണ്ടായി. താങ്കൾ ചോദിച്ചു തദ്റൂന മാ ഹാദിഹി റീഹ്, ഇതെന്താണ് ഈ ദുർഗന്ധം എന്ന് നിങ്ങൾക്കറിയുമോ? തങ്ങൾ പറഞ്ഞു ഹാദിഹി റീഹുൽ ലദീന യഗ്താബൂനൽ മുഅ്മിനീൻ, ഇത് മുസ്ലിമീങ്ങളുടെ ഗീബത്ത് പറയുന്നവരുടെ ദുർഗന്ധമാണ്. ആ നന്മക്ക് സുഗന്ധവുമുണ്ട്, തിന്മക്ക് ദുർഗന്ധവുമുണ്ട്. ഓരോ നന്മക്കും സുഗന്ധമുണ്ട്. അതുകൊണ്ടാണ് മുഅ്മിനിന്റെ റൂഹിനെ കൊണ്ടുപോകുമ്പോൾ ആ അമലുകളുടെ സുഗന്ധം ആകാശലോകത്ത് നിറയും. തിന്മക്ക് അതുപോലെ ദുർഗന്ധവുമുണ്ട്. അതിന്റെ ഹദീസിൽ വരുന്നുണ്ട്, കളവ് പറഞ്ഞു കഴിഞ്ഞാൽ കളവ് പറയുന്ന സമയത്ത് അതിന്റെ ദുർഗന്ധം കാരണം മലക്കുകൾ മൈലുകളോളം ദൂരത്ത് മാറി നിൽക്കും. എല്ലാ തിന്മക്കും ദുർഗന്ധമുണ്ട്. പലപ്പോഴും ആ തിന്മ വ്യാപകമാകുമ്പോൾ അത് മനസ്സിലാകാതെ പോകുന്നു എന്നാണുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ സഹാബാക്കളെ പഠിപ്പിക്കാൻ തിന്മ ദുർഗന്ധമുള്ളതാണ്, വളരെ മോശമായ കാര്യമാണ്. മറ്റൊരു ഹദീസ് തങ്ങൾ പറഞ്ഞത് അൽ ഗീബത്തു അശദ്ദു മിനസ് സിന, ഗീബത്ത് അത് വ്യഭിചാരത്തെക്കാൾ കടുത്തതാണ്, കാഠിന്യമേറിയതാണ്. സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് വകൈഫൽ ഗീബത്തു അശദ്ദു മിനസ് സിന, ഗീബത്ത് എങ്ങനെയാണ് വ്യഭിചാരം എത്ര വലിയ പാവമാണ്? തങ്ങൾ പറഞ്ഞു ഇന്ന റജുല ലയസ്നി ഫയതൂബു വയതൂബു അല്ലാഹു അലൈഹി, ഒരാൾ ജീവിതത്തിൽ ഒരു തിന്മ വ്യഭിചാരം സംഭവിച്ചു പോയി, നിഷ്കളങ്കമായി എല്ലാ തൗബയുടെ നിബന്ധനയും പൂർത്തീകരിച്ചുകൊണ്ട് ആ മനുഷ്യൻ തൗബ ചെയ്തു, ഞാൻ തിന്മയിലേക്ക് ഒരിക്കലും മടങ്ങുകയില്ല എന്ന ഉറച്ച തീരുമാനത്തോടെ ആ വ്യഭിചാരത്തിൻ്റെതായ തൗബയെ പൂർത്തിയാക്കി ശരിയായ നിലയിൽ, ആണെങ്കിൽ അള്ളാഹുന്റെ തൗബയെ സ്വീകരിക്കും. എന്നാൽ വഇന്ന സാഹിബൽ ഗീബ, ഗീബത്ത് പറഞ്ഞ വ്യക്തി ലാ യുഗ്ഫറു ലഹു ഹത്താ യഗ്ഫിറഹ ലഹു സാഹിബുഹു, അത് പറഞ്ഞ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? അയാൾ മാപ്പ് കൊടുക്കാതെ അള്ളാഹു തആല അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കുകയില്ല. അതാണ് ഈ പാപത്തിന്റെ ഏറ്റവും വലിയ കടുപ്പം. ഇത് അള്ളാഹുവിന്റെ സൃഷ്ടിയുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് സൃഷ്ടികൾ ആരെക്കുറിച്ച് ഗീബത്ത് പറഞ്ഞാൽ അവർ മാപ്പാക്കണം. അവിടെ ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, അതൊരിക്കലും പൂർണ്ണമായ നിലയിൽ അതിന് പരിഹാരം കാണാൻ സാധിക്കില്ല. കാരണം ഗീബത്തിലൂടെ ഒരാൾ അഭിമാനത്തിനാണ് ക്ഷതമേൽപ്പിച്ചത്. അഭിമാനക്ഷതമേൽപ്പിച്ചതുപോലെ അതിന് പിന്നെ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കില്ല. ഏത് സദസ്സിലാണോ പറഞ്ഞത്, എത്ര ആളുകൾ കൂട്ടത്തിലാണോ പറഞ്ഞത്, ആ അതേ സദസ്സിൽ അതേ കൂട്ടത്തിൽ പറയുമ്പോഴാണ് അതിന് പരിഹാരമാവുകയുള്ളൂ. അതൊരിക്കലും സാധിക്കില്ല. പിന്നെ വ്യഭിചാരം ചെയ്ത വ്യക്തിക്ക് എപ്പോഴും അത് തെറ്റിനെ കുറിച്ച് തെറ്റാന്ന് ചിന്തയുണ്ടാവും. അവൻ തൗബ ചെയ്യാൻ സാധ്യതയുണ്ട്. ഗീബത്ത് പറയുന്ന വ്യക്തി അത് ഗീബത്തിനെ വലിയ ഗൗരവമായി എടുക്കാറില്ല. അതുകൊണ്ട് തൗബ ചെയ്യാൻ തൗബയ്ക്കുള്ള ചാൻസും കുറവാണ്. അതുകൊണ്ട് ദീനിൽ വളരെ കടുത്ത നിലയിൽ കിടന്ന ഒരു തിന്മയാണ്
ഗീബത്ത് എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇത് ഞാൻ ആരെയും പറ്റിയ ഗീബത്താണോ പറയുന്നത്? സാറിനെ പറയാറുണ്ട്, ഒന്ന് ഗീബത്ത്, മറ്റൊന്ന് ബുഹ്താൻ, മറ്റൊന്ന് ഇഫ്ക്. അത് മൂന്നും പാടില്ലാത്ത. ഗീബത്ത് എന്ന് പറഞ്ഞാൽ അൻ തഖൂല മാ ഫീഹി, ആ ഒരു വ്യക്തിയിൽ എന്റെ സഹോദരനുള്ള ഒരു കാര്യത്തെ കുറിച്ച് പറയുക എന്നുള്ളത്. ബുഹ്താൻ എന്ന് പറഞ്ഞാൽ അൻ തഖൂല മാ ലൈസ ഫീഹി, അവനിൽ ഇല്ലാത്ത കാര്യം അപവാദം പറയുക, ഇല്ലാത്ത കാര്യം. ഇഫ്ക് എന്നാൽ അൻ തഖൂല മാ ബലഗ്, നിനക്ക് കിട്ടിയ വിവരം, കേട്ട കാര്യം, എവിടെന്നെങ്കിലും കേട്ട കാര്യം, ഏതൊരു മെസ്സേജ് കണ്ട കാര്യം, അങ്ങനെ കേട്ട കാര്യം പറയാം. അതിന്റെ സത്യമാണോ എന്ന് അന്വേഷിക്കാതെ. ഇതുപോലെ ഐഷ റളിയല്ലാഹു തആലയെ സംബന്ധിച്ച് ഇഫ്ക്, കേട്ടതെല്ലാം മുനാഫിങ്ങൾ പരത്തിയതാണ്. അത് കേട്ട് പല മുസ്ലിമീങ്ങളായ സഹാബാക്കളും അത് കേട്ട് പറഞ്ഞു. ഇത് മൂന്നും പാടില്ലാത്ത കാര്യമാണ്. ദീനിൽ വളരെ കൂടുതൽ ശക്തമായി തടഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് മനുഷ്യന്റെ നാവിൽ നിന്ന് വരുന്ന സംസാരം അത് നന്മയിലായിരിക്കണം. ഒരു വാക്കിൽ എഴുതിയിട്ടുണ്ട്, ഒരാളുടെ സംസാരം 4 രീതിയിലായിരിക്കും. ഒന്ന് ഹുവ ദർറുൻ, ഹുവ ദററുൻ, അത് ആ, അതിൽ അവന് നാശം മാത്രം ഉണ്ടാക്കുന്ന സംസാരം. ഇല്ലെങ്കിൽ രണ്ടാമത് അവന് പ്രയോജനം മാത്രമുള്ള സംസാരം. മൂന്നാമത്തേത് ഫീഹി ദററുൻ വ മൻഫഅത്തുൻ, അവന് ഉപദ്രവമായതും പ്രയോജനമുള്ളതും പ്രയോജനമില്ലാത്തതും എല്ലാം അത് ഉൾപ്പെടും, രണ്ടുമുണ്ട്. നാലാമത്തെ ലൈസ ഫീഹി ദററുൻ വല മൻഫഅത്തുൻ, ഒരു പ്രയോജനവുമില്ല, ഒരു ദററുമില്ല, അനാവശ്യമായ പ്രയോജനരഹിതമായ സംസാരങ്ങൾ. ഇതിൽ മുഅ്മിന്റെ നാവിൽ നിന്ന് വരേണ്ടത് പ്രയോജനമുള്ള സംസാരം മാത്രമാണ്. നന്മ കൽപ്പിക്കുക, ഹദീസ് വിടുന്നുണ്ട്, തിന്മ തടയുക, ബന്ധങ്ങൾ ചേർക്കാൻ വേണ്ടിയുള്ള സംസാരങ്ങൾ, അള്ളാഹുവിന്റെ ദിക്ർ ചെയ്യാനുള്ള സംസാരങ്ങൾ, ഇതൊക്കെ വേണം പ്രയോജനം ചെയ്യുന്നത്. ഇല്ലാത്ത മുഴുവൻ സംസാരങ്ങളെക്കുറിച്ചും ചോദ്യമുണ്ടാകും അള്ളാഹുവിന്റെ അടുക്കൽ. ഓരോ വാക്ക് നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മൾ അതിനു മുമ്പ് ചിന്തിക്കണം, ഇത് എന്തിനാണ് പറയുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഉറുദു ഭാഷയിൽ പറയാറുണ്ട്, പെഹലെ തോലോ ഫിർ ബോലോ, ആദ്യം പറയാൻ പോകുന്ന വാക്കൊന്ന് അളന്ന് തൂക്കി നോക്കണം, എന്നിട്ട് വേണം അത് പറയാൻ. അതുകൊണ്ട് വളരെ മോശമായ ഒരു തിന്മയാണ് നാവിൽ നിന്ന് ഗീബത്ത് എന്നുള്ളത്. രണ്ട് വ്യക്തികള് ഒരിക്കൽ പള്ളിയുടെ വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഒരു മനുഷ്യൻ അവരുടെ മുന്നിൽ കൂടി കടന്നുപോയി. ചില അയ്ബുകൾ, ചില ന്യൂനതയുള്ള ഒരു മനുഷ്യൻ. അപ്പൊ ആ രണ്ടുപേരും അദ്ദേഹത്തെ കണ്ടപ്പോൾ, പള്ളിയിലാണ്, പക്ഷെ ഈ മനുഷ്യന്റെ കുറവിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ നമസ്കാരത്തിന് ഇഖാമത്ത് കൊടുത്തു. രണ്ടുപേരും വന്ന് നമസ്കരിച്ചു ജനങ്ങളുടെ കൂടെ. അവർക്ക് രണ്ടുപേർക്കും നമസ്കാരം കഴിഞ്ഞപ്പോൾ വിഷമായി, ആ പറഞ്ഞതിനെ കുറിച്ച് ചിന്തയായി. വന്നു അത്താ റഹിമഹുള്ളയോട് ചോദിച്ചു. അവരോട് പറഞ്ഞു, അദ്ദേഹം, ആ മഹാൻ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഒന്നും കൂടി പോയി ഒളു എടുക്കിൻ, ഒന്നുകൂടി നമസ്കരിക്കും, നിങ്ങൾ നോമ്പുണ്ടെങ്കിൽ നോമ്പും ഖളാ വീട്ടിൻ എന്ന് അദ്ദേഹം അത്താ റഹിമുള്ള അവരോട് പറയുകയുണ്ടായി. അപ്പൊ അമലുകളെ തന്നെ നശിപ്പിച്ചു കളയുന്ന കാര്യമാണ് മറ്റുള്ളവരെ കുറവുകളും ന്യൂനതയും പറയുക എന്നുള്ളത്. ഒരു സഹാബി, അദ്ദേഹത്തെ ജീവിതത്തിൽ ഒരു പരീക്ഷണം വന്നു, അദ്ദേഹം ഒരു പാപം ചെയ്തു. അങ്ങനെ ഹദ് നടപ്പിലാക്കേണ്ട അവസ്ഥയില്ല, പാപത്തിൽ അദ്ദേഹത്തെ കല്ലെറിഞ്ഞു. അദ്ദേഹത്തെ കല്ലെറിഞ്ഞ് കൊണ്ടിരിക്കുന്നതിനിടയിൽ മറ്റു രണ്ട് സഹാബാക്കൾ പറഞ്ഞു, ഈ മനുഷ്യന്റെ അവസ്ഥ എത്ര മോശമാണ്, സ്വന്തമായി തെറ്റ് ചെയ്തു അതും ഒന്ന് പരസ്യപ്പെടുത്തി ഇപ്പോൾ ഇതാ പട്ടി എറിയുന്നത് പോലെ എറിഞ്ഞ് ചാവുന്നു എന്ന് പറഞ്ഞു. വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ചില വാക്കുകൾ പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംസാരം കേട്ടു. ഞങ്ങൾ അപ്പോഴൊന്നും പ്രതികരിച്ചില്ല. പിന്നെ ആ യാത്ര ഒന്ന് പുറപ്പെട്ടു. യാത്രക്കിടയിലത്തെ യാത്രാമധ്യേ ഒരു സ്ഥലത്ത് ഒരു കഴുത ചത്ത് കിടക്കുന്നത് കണ്ടു. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു ചോദിച്ചു, ആ രണ്ടുപേരെവിടെയാണ്? ഇന്നയാളെ കുറിച്ച് ആ മോശമായ വാക്കുകൾ പറഞ്ഞ രണ്ടുപേരെവിടെയാണ്? അത് വിളിക്കാൻ പറഞ്ഞു. രണ്ടുപേരെ കൊണ്ടുവന്നു. തങ്ങൾ പറഞ്ഞു, ഈ ചത്ത് കിടക്കുന്ന കഴുതയുടെ മാംസം കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, നബി എന്താ താങ്കൾ പറയുന്നത്? അത് കഴുത ചത്ത് കിടക്കുന്നത് താങ്കൾ എന്താണ് പറയുന്നത്? താങ്കൾ പറഞ്ഞു, നിങ്ങളുടെ സഹോദരൻ അല്പം നിങ്ങൾ കഴിച്ച പച്ച മാംസത്തേക്കാൾ നല്ലത് ഈ ചത്ത് കിടക്കുന്ന കഴുതയുടെ മാംസം കഴിക്കില്ല. അപ്പൊ തങ്ങൾ സഹാബാക്കളെ പഠിപ്പിക്കാൻ മറ്റുള്ളവരെ കുറിച്ച് മോശത്തരങ്ങൾ, അനാവശ്യങ്ങൾ പറയുക എന്നുള്ളത് എത്ര മോശമായ കാര്യമാണ്, എത്ര ഗൗരവമുള്ള കാര്യം.
അതുകൊണ്ട് നാക്കുകൊണ്ട് പറയിൽ ഗീബത്ത്, അത് ശരീരം കൊണ്ട് ശരീരഭാഷയിൽ മറ്റുള്ളവരെ കുറവ് പറയാം, അതും ഗീബത്ത് തന്നെയാണ്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയെ, സഫിയ മറ്റൊരു ഭാര്യയാണ്, അവളിങ്ങനെ ആംഗ്യം കാണിച്ചുകൊണ്ട് പറഞ്ഞു, അവള് പൊക്കം കുറഞ്ഞവളല്ലേ. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു തആല തടഞ്ഞു. ഒരാളുടെ മുന്നിൽ ഒരാളെ കോലം പകർത്തി കാണിക്കുക, അത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല. നീ പറഞ്ഞത് വളരെ അവിടുത്തെ അദ്ദേഹം ആയിഷ റളിയല്ലാഹു അവിടെ പറഞ്ഞിട്ടില്ല, പക്ഷെ കൈകൊണ്ട് കാണിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ നബി തങ്ങൾ പറഞ്ഞു, നീ പറഞ്ഞത് വളരെ മോശമായ വാക്കാണ്. അതിനെ സമുദ്രത്തിൽ കലർത്തപ്പെട്ടാൽ അതിന്റെ അതിന്റെ പറഞ്ഞ വാക്കിന്റെ കടുപ്പം കാരണം അതിന്റെ ഉപ്പുരസത്തേക്കാൾ അത് അധികരിച്ചു പോകുന്നതാണ് എന്ന് തങ്ങൾ പറയുകയും ആയിഷ റളിയല്ലാഹു അൻഹയെ തിരുത്തുകയും ചെയ്തു. നാക്കുകൊണ്ട് പറയിൽ ഗീബത്തുണ്ട്, ശരീരഭാഷ കൊണ്ട് ഒരാളെ മോശമാക്കലും ഗീബത്ത് തന്നെയാണ്. നീ പറയുന്ന വ്യക്തിന് എത്ര വലിയ ആളാണ്, ഗീബത്ത് പറയുന്ന വ്യക്തി എത്ര വലിയ ആളാണെങ്കിലും ആ തിന്മയിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. ഒരിക്കൽ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു റളിയല്ലാഹു തആല ഉള്ള ഒരു യാത്രയിൽ സല്ലല്ലാഹു അലൈഹി തങ്ങളുമുണ്ട്. ഭക്ഷണ സമയമായി. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു തആല ഖാദിം അല്പം അല്പം കൂടുതൽ ഉറക്കക്കാരനായിരുന്നു. ഞാൻ ഭക്ഷണ സമയമായപ്പോൾ ഭക്ഷണം കിട്ടാതായപ്പോൾ അവരിൽ ഒരാൾ പറഞ്ഞു, നമ്മുടെ ഖാദിം ഭയങ്കര ഉറക്കക്കാരനാണല്ലോ എന്ന് പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോൾ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ രണ്ടുപേരുടെയും സഹോദരന്റെ മാംസം നിങ്ങളുടെ വായിൽ, നിങ്ങളുടെ പല്ലുകൾക്കിടയിൽ ഞാൻ കാണുന്നു എന്ന് തങ്ങൾ സഹാബാക്കളെ തിരുത്തുകയുണ്ടായി. അപ്പൊ പറയുന്നത് എത്ര വലിയ ഇബാദത്തുള്ള ആളാണെങ്കിലും ഗീബത്ത് അത് കടുത്ത പാപം തന്നെയാണ്, തെറ്റായ കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഉലമാക്കൾ ഇതിന്റെ ഒരു കാഫിറിന്റെ പോലും ആവശ്യമില്ല എങ്കിൽ ഗീബത്ത് പറയാൻ പാടില്ല. കാരണം ആ തെറ്റ് ഒരു മുഅ്മിനിന്റെ, ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ വരാൻ പാടില്ലാത്ത ചില സന്ദർഭങ്ങളിൽ ഉലമാക്കൾ ഗീബത്തിനെ പറയൽ അനുവദിച്ചിട്ടുണ്ട്. ഒരക്രമിയെ പരസ്യപ്പെടുത്താൻ വേണ്ടി, ഭരണാധികാരി മോശമാണെങ്കിൽ ഭരണാധികാരിയെ ജനങ്ങൾക്കിടയിൽ പരസ്യപ്പെടുത്താൻ വേണ്ടി അവരുടെ കുറവുകൾ പറയൽ. ഒരാലിം, വിദ്യാർത്ഥികാരനായ ഒരാലിം ജനങ്ങളെ തിന്മയിലേക്ക് ക്ഷണിക്കുന്നുവെങ്കിൽ ആലിമിനെ കുറിച്ച് ജനങ്ങളെ പരിചയപ്പെടുത്തണം, ഇല്ലെങ്കിൽ ജനങ്ങൾ അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ കൂടി അവർ വഴികളിലായി പോകും. പക്ഷെ അവിടെ എല്ലാം നിയ്യത്ത് വളരെ കൂടുതൽ സൂക്ഷ്മത കൂടിയായിരിക്കണം. ആ മനുഷ്യനെ നിന്ദിനാക്കാനോ ആ മനുഷ്യന്റെ കുറവുകൾ ഇല്ല. സഹാബാക്കൾ പറയുമായിരുന്നു, നമ്മൾ വെറുക്കുന്ന വ്യക്തിയല്ല, അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തിയാണ്. അതുകൊണ്ട് ഈ ഹദീസിൽ കൂടി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗീബത്ത് എന്ന പാപത്തെ കുറിച്ചുള്ള മുന്നറിയിപ്പ് തരികയാണ്. ആ തിന്മ എത്ര കടുത്തതാണ്, നാം ഒഴിവാക്കേണ്ടതാണ്. ഒന്നുകൂടി ഹദീസ് വായിക്കാം. അൻ നബി ഹുറൈറത റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അതദ്റൂന മൽ ഗീബ. സല്ലല്ലാഹു അലൈഹി ചോദിച്ചു, അതദ്റൂന മൽ ഗീബ, ഗീബത്ത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഖാലു, സഹാബാക്കൾ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹു അവന്റെ റസൂലുമാണ് ഏറ്റവും കൂടുതൽ അറിയുന്നത്. ഖാല, തങ്ങൾ പറഞ്ഞു, സിക്റുക അഖാക ബിമാ യക്റഹ്, തന്റെ സഹോദരന്റെ അഭാവത്തിൽ അവനെ കുറിച്ച് അവൻ ഇഷ്ടമില്ലാത്ത കാര്യം പറയില്ല. ഖീല, അപ്പൊ സഹാബാക്കൾ ചോദിക്കപ്പെട്ടു, അഫറഅയ്ത ഇൻ കാന ഫീ അഖീ മാ അഖൂലു, ആ പറയപ്പെട്ട കാര്യം അയാളിൽ ഉള്ളതാണെങ്കിൽ ഗീബത്താകുമോ? ഖാല, തങ്ങൾ സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, ഇൻ കാന ഫീഹി മാ തഖൂൽ ഫഖദ് ഇഗ്തബ്തഹു, നീ പറയുന്ന കാര്യം അതിൽ ഉണ്ടെങ്കിലാണ്, ഉള്ള കാര്യമാണ് പറയുന്നതെങ്കിൽ അത് ഗീബത്താണ്. ഇല്ലം യകുൻ ഫീഹി, നീ പറയുന്ന കാര്യം അതിൽ ഇല്ല എങ്കിൽ ഫഖദ് ബഹത്തഹു, അതിന്റെ മേൽ ബുഹ്താൻ പറഞ്ഞു, അപവാദം പറഞ്ഞിരിക്കുന്നു. റവാഹു മുസ്ലിം, മുസ്ലിം റഹിമഹുല്ലാഹ് റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. ഒരു ഹദീസ് കൂടി പഠിക്കാം ഇൻഷാ അല്ലാഹ്. ചെറിയ ഹദീസാണ്. അൻ നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഹുജിബത്തിൻ നാറു ബിശ്ശഹവാത്ത് വഹുജിബത്തിൽ ജന്നത്തു ബിൽ മക്കാരിഹ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിവായത്ത് ചെയ്ത ഹദീസാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നരകത്തെ മറയ്ക്കപ്പെട്ടിരിക്കുന്നു, വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഹുജിബത്ത്, ഹിജാബ്, അതിനെ മറച്ചിരിക്കുന്നു, നരകത്തെ മറച്ചിരിക്കുന്നു. ബിശ്ശഹവാത്ത്,
ശാരീരിക ഇച്ഛകളെ കൊണ്ട്, ആഗ്രഹങ്ങളെ കൊണ്ട്. വഹുജുബത്തിൽ ജന്നത്തു ബിൽ മക്കാരി, സ്വർഗത്തെ വലയം ചെയ്തിരിക്കുന്നു, സ്വർഗം വളഞ്ഞിരിക്കുന്നു, അതിനെ മറച്ചിരിക്കുന്നു, ബിൽ മക്കാരി, ക്ലേശങ്ങളുള്ള ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളെ കൊണ്ട്. ഈ ഹദീസിൽ കൂടി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയും സ്വർഗത്തിലെത്താനുള്ള വഴിയും നമ്മൾ പഠിപ്പിക്കുകയാണ്. അതിന് നരകത്തിലേക്ക് എത്താൻ, നരകത്തെ വലയം ചെയ്തിരിക്കുന്ന മറയ്ക്കപ്പെട്ടിരിക്കുന്ന കാര്യത്തെ നമ്മൾ സൂക്ഷിക്കണം, നരകത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി. സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടി സ്വർഗം വളഞ്ഞിരിക്കുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിക്കണം. ഇവിടെ തങ്ങൾ സല്ലല്ലാഹു പറഞ്ഞത്, ഇവിടെ പ്രേരിപ്പിച്ചിരിക്കുന്നത് ശാരീരികമായ ഇച്ഛകളെ അതിൽ നിന്ന് നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടിയാണ്. കാരണം ശരീരത്തിന്റെ ഇച്ഛ അത് മനുഷ്യനെ അതിലേക്ക് ഒരു മുഴുകുകയും പിന്നെ അവൻ യഥാർത്ഥമായ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ മറന്നുപോയി ചെയ്യും. ഇത് ആശയം ഉൾക്കൊള്ളുന്ന മറ്റു ഹദീസിൽ തങ്ങൾ കുറച്ച് വിശാലമായി പറയുന്നുണ്ട്. അബൂദാവൂദ് റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹു തആല സ്വർഗത്തെ സൃഷ്ടിച്ചപ്പോൾ അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ആ സ്വർഗത്തെ ഒന്ന് നോക്കിയിട്ട് വരാൻ പറഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം പോയി സ്വർഗം നോക്കി വന്നിട്ട് അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവേ, അള്ളാഹുവിന്റെ ദാത്തിൽ സത്യമായി, എന്റെ അന്തസ് സത്യമായി, സ്വർഗത്തിന്റെ അവസ്ഥ അത് കേൾക്കുന്നവരെല്ലാം, അത് കാണുന്നവരെല്ലാം തീർച്ചയായും അതിൽ പ്രവേശിക്കും. ആ പൂർണ്ണമായി സ്വർഗത്തെക്കുറിച്ച് ഒരാൾ കേട്ട് കഴിഞ്ഞാൽ അവിടെ എത്താൻ എന്തായാലും അദ്ദേഹം പരിശ്രമിക്കും, സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. അള്ളാഹു തആല രണ്ടാമത് സ്വർഗത്തെ ആ മനുഷ്യന്റെ മനസ്സിന് പ്രയാസമുണ്ടാകുന്ന കാര്യങ്ങളെ കൊണ്ട്, ത്യാഗമുള്ള കാര്യങ്ങളെ കൊണ്ട് പൊതിഞ്ഞു. അതായത് പ്രവർത്തിക്കാൻ മനുഷ്യന് മനസ്സ് പ്രയാസം തോന്നുന്ന കാര്യങ്ങൾ, അള്ളാഹുവിന്റെ വിധിവിലക്കുകള്, ദീന്റെ ഹുക്കുമുകള്, അമലുകള്, അങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ട് പൊതിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ജിബ്രീൽ ഇപ്പൊ നീ ഒന്ന് പോയി നോക്കിയിട്ട് വാ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു പറഞ്ഞു, അള്ളാഹുവേ, അള്ളാഹുവിന്റെ ദാത്തിൽ സത്യം, എന്റെ സത്യം, ഒരാളും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ ഭയപ്പെടുന്നു. കാരണം മനുഷ്യന് നഫ്സിന് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളെ കൊണ്ട് സ്വർഗം പൊതിഞ്ഞിരിക്കുക. പിന്നെ അള്ളാഹു താല നരകത്തെ സൃഷ്ടിച്ച് അള്ളാഹു താല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പോയി, ജിബ്രീലെ, നരകത്തെ നോക്കിയിട്ട് വരിക. ജിബ്രീൽ അലൈഹിസ്സലാം നോക്കി വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവേ, നിന്റെ അന്തസ്സിൽ സത്യമായിട്ട് ഈ നരകത്തിന്റെ അവസ്ഥ കേൾക്കുന്നവരെല്ലാം അതിൽ പ്രവേശിക്കാതെ രക്ഷപ്പെടുന്നതാണ്. അത്രയും കഠിനമായ അവസ്ഥയാണ്. അതായത് രക്ഷപ്പെടാൻ വേണ്ടി പൂർണ്ണമായി പരിശ്രമിക്കുന്നതാണ്. പിന്നെ അള്ളാഹു താല നരകത്തെ മനുഷ്യന്റെ ഷഹ്വാത്തുകളെ കൊണ്ട്, ദേഹേച്ഛകളെ കൊണ്ട് പൊതിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഒന്ന് പോയി നോക്കിയിട്ട് വാ, ഇപ്പോൾ ഒന്ന് പോയി നോക്കിയിട്ട് വാ. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം പോയി നോക്കി എന്നിട്ട് പറഞ്ഞു, നിന്റെ മഹോന്നതിയിൽ, നിന്റെ പ്രതാപത്തിൽ സത്യം, നരകത്തിൽ ആരും രക്ഷപ്പെടുകയില്ല എന്ന് ഞാൻ ഭയപ്പെടുന്നു. നരകത്തെ ഷഹ്വാത്തുകളെ കൊണ്ട് അതിനെ ശാരീരിക ഇച്ഛകളെ കൊണ്ട് അതിനെ പൊതിഞ്ഞു. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു, അള്ളാഹു, ഞാൻ ഭയപ്പെടുന്നു, ഇതിലെല്ലാ മനുഷ്യനും പ്രവേശിക്കും, രക്ഷപ്പെടുന്നു തോന്നുന്നില്ല. ഈ ഹദീസ് അതിനെ കുറച്ചുകൂടി വിശാലമായി വിശദീകരിക്കുക. ഇവിടെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നത് ശാരീരിക ഇച്ഛകളെ സൂക്ഷിക്കുന്നതിനെ കുറിച്ച്. കാരണം മനുഷ്യന്റെ ശരീരം എപ്പോഴും തിന്മയിലേക്ക് ക്ഷണിക്കുന്നത്. ഒമാ ഉബർരിഉ നഫ്സി ഇന്ന നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ പോലെ തിന്മയിലേക്ക് എപ്പോഴും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും, മോശമായ കാര്യത്തിലേക്ക്, അനാവശ്യമായ കാര്യങ്ങളിലേക്ക്. ഇതിനെ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി ദുആകൾ കാണാം, നഫ്സിന്റെ ഷർറിൽ നിന്ന് കാവൽ ചെയ്യുന്നു. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ. സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അല്ലാഹുമ്മ അൽഹിംനി റുഷ്ദി വഅഇദ്നി മിൻ ശർരി നഫ്സി. അല്ലാഹുമ്മ അൽഹിംനി റുഷ്ദി വഅഇദ്നി മിൻ ശർരി നഫ്സി. അല്ലാഹു, നീ എനിക്ക് സന്മാർഗം, റുഷ്ദ്, നേർമാർഗം, നീ എനിക്ക് അതിനെ കാണിച്ചു തരണം, അതിനെ തോന്നിപ്പിച്ചു തരണം. ഉടനെ കാവൽ ചോദിക്കുന്നു, വഅഇദ്നി മിൻ ശർരി നഫ്സി. അള്ളാഹു നഫ്സിന്റെ ഷർറിൽ നിന്ന് കാവൽ ചോദിക്കും. കാരണം നഫ്സ് അത് മനുഷ്യനെ സന്മാർഗത്തിൽ നിലനിർത്താൻ എപ്പോഴും തടസ്സമായിരിക്കും. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്മാർഗം ചോദിക്കുന്നു,
ഉടൻ തന്നെ അള്ളാഹുനോട് സന്മാർഗത്തിൽ നിന്ന് മാറാൻ സാധ്യതയുള്ള നഫ്സിന്റെ ഷർറിൽ നിന്ന് കാവൽ ചോദിക്കും. അള്ളാഹു മൽഹിംനി റുഷ്ദി വഅഇദ്നി മിൻ ശർരി നഫ്സി. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ. ആ നഫ്സിനെ നീ തസ്കീത്ത് ചെയ്യണേ, പരിശുദ്ധിപ്പെടുത്തണേ, നീയാണ് ഏറ്റവും കൂടുതൽ പരിശുദ്ധിപ്പെടുത്തുന്നവൻ. അപ്പൊ അത്രയും പ്രാധാന്യമുള്ള കാര്യമാണ് നഫ്സിനെ സൂക്ഷിക്കുക എന്നുള്ളത്. പക്ഷെ ഖുർആനിൽ നഫ്സിനെ സംബന്ധിച്ച് പറഞ്ഞ് പല നിലയിൽ പരിചയം. നഫ്സുൽ അമ്മാറ എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാൻ ആഗ്രഹിപ്പിക്കുന്ന നഫ്സ്. പാപം ചെയ്താൽ സന്തോഷം, പാപത്തിനാണ് താല്പര്യം. അങ്ങനെ നഫ്സുൽ അമ്മാറ. പിന്നെ പിന്നെയുള്ള നഫ്സ് എന്ന് പറഞ്ഞാൽ ചില സന്ദർഭത്തിൽ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കും, എന്നാൽ പശ്ചാത്താപവും ഉണ്ടാകും. നഫ്സുൽ ലവ്വാമ ലാ ഖുസിമു ബിയൗമിൽ ഖിയാമ വലാ ഖുസിമു ബിൻ നഫ്സിൽ ലവ്വാമ. ആക്ഷേപം, ഇടക്കിടക്ക് തെറ്റിനെ കുറിച്ചുള്ള മനസാക്ഷിക്കുത്തുണ്ടാകും. പിന്നെയുള്ള നഫ്സ് മുത്തുമൈന്ന എന്ന് പറഞ്ഞാൽ ആ നഫ്സിന് എപ്പോഴും താല്പര്യം നന്മയായിരിക്കും, അമലുകളായിരിക്കും, ദീനിയായ കാര്യങ്ങളായിരിക്കും. അത് ഏറ്റവും ഉയർന്ന അവസ്ഥയാണ്. നമ്മുടെ നഫ്സിനും ഈ നിലയിൽ നന്മ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ നന്മ പ്രേരിപ്പിക്കും. അന്നഫ്സു കത്തിഫിൽ, മഹാന്മാർ പറയുന്നുണ്ട്, നഫ്സ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ പോലെയാണ്, പാല് കുടിക്കുന്ന കുട്ടിയെ പോലെ. അതിനെ വിട്ടുകൊടുത്താൽ, പാൽ കുടിക്കാൻ വേണ്ടി വിട്ടുകൊടുത്താൽ അത് പ്രായപൂർത്തിയാകുന്നത് വരെ ആ കുട്ടി പാൽ കുടിച്ചുകൊണ്ടേയിരിക്കും. നഫ്സ് അതുപോലെയാണ്. അതിന്റെ ഇഷ്ടത്തിന് അതിനെ വിട്ടുകൊടുത്താൽ അതിന് പുറകിൽ നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും, നാശത്തിൽ കൊണ്ടുപോയിടും. അതുപോലെ നന്മയിൽ നഫ്സിനെ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നഫ്സ് നമുക്ക് വഴിപ്പെടുന്ന അവസ്ഥയിലായിത്തീരും. നമ്മുടെ മുൻഗാമികളുടെ മഹാന്മാരുടെ ചരിത്രം ധാരാളമായി അവർ നഫ്സിനെ കൊണ്ട് റിയാദകൾ, പരിശീലനങ്ങൾ ചെയ്യിപ്പിക്കുമായിരുന്നു. ഇഷ്ടമുള്ള കാര്യങ്ങൾ കഴിക്കാൻ പ്രേരിപ്പിച്ചാലും അത് കഴിക്കാതെ അവര് നഫ്സിനെ വലിച്ചു മാറ്റുമായിരുന്നു. അത് കഴിക്കാൻ അത് ഇസ്ലാം ഹറാമാക്കിയിട്ടില്ല, പക്ഷേ ദീൻ ഹറാമാക്കിയില്ല, പക്ഷേ അത് നഫ്സിന്റെ ആഗ്രഹം പൂർത്തീകരിക്കാതെ നഫ്സിന് ഒരു റിയാദയായിട്ട് കൊടുക്കാതെ പിടിച്ചു നിർത്തുമായിരുന്നു. ഒരു വലിയ ഇന്ത്യയിൽ ജീവിച്ചൊരു മഹാനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ചില സന്ദർഭത്തിലെല്ലാം പറയുമായിരുന്നു, നമേ തേരാ ബന്ദ നെ തു മേരാ ഖുദാ. വലിയ മഹാനാണ്, പക്ഷെ അദ്ദേഹം പറയുമായിരുന്നു, ഞാൻ നിന്റെ അടിമയല്ല, നീ എൻ്റെ സൃഷ്ടാവ് ഖുദയുമില്ല. നമേ തേരാ ബന്ദ നെ തു മേരാ ഖുദാ. ഞാൻ നിന്റെ അടിമയല്ല, നീ എൻ്റെ ഉടമയുമല്ല. ബാഹ്യമായി കേൾക്കുമ്പോൾ അതൊരു കുഫറിന്റെ വാക്കാണ്. ശിഷ്യന്മാർ ചോദിച്ചു, വലിയ മഹാനാണ്, വലിയ ബുസുർഗ. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ നഫ്സിനോട് പറഞ്ഞാൽ, നമേ തെര ബന്ദ, നഫ്സെ ഞാൻ നിന്റെ അടിമയല്ല, നെ തു മേരാ ഖുദ, നഫ്സെ നീ എൻ്റെ സൃഷ്ടാവുമല്ല. നീ പറയുന്നത് കേൾക്കാൻ നീ എൻ്റെ സൃഷ്ടാവല്ല, ഞാൻ നിന്റെ അടിമയുമില്ല. ഇങ്ങനെ നഫ്സിനെ കൊണ്ട് അവർ യാതകൾ, കടുത്ത കാര്യങ്ങൾ, അവർ എത്ര ആഗ്രഹം വന്നാലും അതിനെ അവർ മുറിച്ചു കളഞ്ഞ് പരിശീലിപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് നഫ്സിന്റെ ഇച്ഛ, ശാരീരികമായ ഇച്ഛ, അത് നമ്മളെ വലിയ നാശത്തിൽ കൊണ്ടുപോയിടും. അതുകൊണ്ട് തങ്ങൾ ഹദീസ് വരുന്നു, ഇന്ന അഖ്വഫു മാ അഖാഫു അലാ ഉമ്മത്തി അൽ ഹവ. എൻ്റെ ഉമ്മത്തിന് മേൽ ഏറ്റവും ഭയപ്പെടുന്ന കാര്യമാണ് ശാരീരിക ഇച്ഛകളെ പിൻപറ്റുക. സലാസുൻ മുഹ്ലികാത്തുൻ, ഹദീസ് വരുന്നുണ്ട്, 3 കാര്യങ്ങൾ അത് മുഹ്ലിക്കാത്താണ്, നാശകാരികളാണ്, വലിയ നഷ്ടത്തെ കൊണ്ടുപോയി എത്തിക്കും. ശുഹ്ഉൻ മുതാ വഹവൻ മുത്തബഅ വഇജാബുൽ മർഇ ബിനഫ്സി, അങ്ങേയറ്റത്തെ പിശുക്ക്, പിന്നെ പിൻപറ്റപ്പെടുന്ന ശാരീരിക ഇച്ഛ, ഇങ്ങനെ ഈ നഫ്സിന്റെ അടിമയാകുക, പിന്നെ സ്വന്തം ഞാൻ വലിയവനാണ് ചിന്ത, റുജുബുണ്ടായി തരിക. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നഫ്സിനെ നമ്മൾ ഒതുക്കി കഴിഞ്ഞാൽ നമുക്ക് ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് എത്താൻ സാധിക്കും. നഫ്സിനെ നമ്മൾ മയ്യിത്താക്കിയാൽ ഉയർന്ന സ്ഥാനത്തേക്ക് എത്താൻ സാധിക്കും. അപ്പൊ ഈ ഹദീസ് കൂടി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലേക്ക് എത്താനുള്ള വളരെ എളുപ്പമായ മാർഗം, നരകത്തിൽ രക്ഷപ്പെടാനുള്ള മാർഗം നമ്മൾ പഠിപ്പിക്കാൻ, വളരെ എളുപ്പമായ കാര്യം. നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു പറയുന്ന ഹദീസാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, തങ്ങൾ സല്ലല്ലാഹു അലൈഹി ഹുജിബത്തിൻ നാർ ബിശ്ശഹ്വാത്ത്, നരകത്തെ മറച്ചിരിക്കുന്നു, വലയം ചെയ്തിരിക്കുന്നു, മറയ്ക്കപ്പെട്ടിരിക്കുന്നു ബിശ്ശഹ്വാത്ത്, ശാരീരിക ഇച്ഛകളെ കൊണ്ട്, ആഗ്രഹങ്ങളെ കൊണ്ട്. ഹുജിബത്തിൽ ജന്നത്തു ബിൽ മകാരിഹ്, സ്വർഗത്തെ വലയം ചെയ്തിരിക്കുന്നു
സ്വർഗം മൂടപ്പെട്ടിരിക്കുന്നു ബിൽ മക്കാരി, ക്ലേശകരമായ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളെ കൊണ്ട്. ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ദീൻ ബുദ്ധിമുട്ടാണ് എന്നല്ല, നഫ്സിനാണ് ബുദ്ധിമുട്ട്. ദീൻ യുസ്റുൻ, ദീൻ എളുപ്പമുള്ള കാര്യമാണ്, ദീൻ എല്ലാ കാര്യം എളുപ്പമാണ്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. അള്ളാഹു തആല ഒരടിമക്കും നഫ്സിന് സാധിക്കാത്തൊന്നും അള്ളാഹുന്റെ ദീൻ കൽപ്പിച്ചിട്ടില്ല. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, ദീനിൽ ഒരു കാര്യം അള്ളാഹു ബുദ്ധിമുട്ടിക്കാൻ ഇറക്കിയിട്ടേ ഇല്ല. ഇവിടെ മക്കാരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് സ്വർഗം വലയിച്ചെന്ന് പറഞ്ഞാൽ ദീൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പക്ഷെ നഫ്സിനാണ് ബുദ്ധിമുട്ട്, ദീനെല്ലാം എളുപ്പമുള്ള കാര്യമാണ്. മാത്രമല്ല വെറും ആ, ആഗ്രഹങ്ങൾ കൊണ്ടും വെറും സ്വപ്നങ്ങൾ കൊണ്ടും സ്വർഗം നേടാൻ സാധിക്കില്ല. അല്പം ത്യാഗവും പരിശ്രമവും ആവശ്യമാണ്. അതിലൂടെയാണ് ഉയർന്ന ഗുണങ്ങൾ ഉണ്ടായിരുന്നത്. സഹാബാക്കൾ പറയുക, ഇന്ന വജദ്ന ഖൈറൽ ഖൈർ ഖൈരി ബിൽ ഖുർഹ്. ഞങ്ങൾക്ക് എല്ലാ ഖൈറും ഉയർച്ചയും എല്ലാ നല്ല ഗുണങ്ങളും ഉണ്ടായത് ഖുർഹ് കൊണ്ടാണ്, അഥവാ ബുദ്ധിമുട്ട് ത്യാഗവും സഹിച്ചത് കൊണ്ടാണ്. ആണ് ഹദീസ് വരുന്നത്, ബുദ്ധിമാൻ അൽ കയ്യിസു മൻ ദാന നഫ്സഹു വ അമില ലിമാ ബഅദൽ മൗത്ത്. ബുദ്ധിമാൻ തന്റെ നഫ്സിനെ കീഴ്പ്പെടുത്തുകയും അതുപോലെ അമൽ ചെയ്യുകയും പരിശ്രമിക്കുകയും ചെയ്തവനാണ്. വിഡ്ഢി വൽ ആജിസു മൻ ഇത്ബഅ നഫ്സഹു ഹവാഹു വതമന്നാ അലല്ലാഹ്. വിഡ്ഢിയായ മനുഷ്യനാരാണ്? ഒരു അമലും ചെയ്യാതെ ഒരു പരിശ്രമം ഇല്ലാതെ വെറുതെ ഇരിക്കുകയും അള്ളാഹ് പുറത്തു എന്ന് വിചാരിക്കുകയും ചെയ്യുന്നതാണ്. അത് വിഡ്ഢിയാണ്. അവിടെ തങ്ങൾ അപ്പൊ ഒരു പ്രേരണ കൂടിയാണ്, പരിശ്രമം അധ്വാനവും ആവശ്യമാണ് സ്വർഗത്തിലെത്താൻ, വെറുതെ എത്താൻ സാധിക്കുകയില്ല. ഈ രണ്ട് ഹദീസിൽ ഇൻഷാ അല്ലാഹ് ഇന്ന് സമയം വെച്ച് കുറേ വേണ്ടപ്പോൾ ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാനായിട്ട് ഹദീസ് ഇൻഷാ അല്ലാഹ് അള്ളാഹു തആല അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മൾ നേരത്തെ പറയാറുണ്ട്, ഹദീസിന്റെ ക്ലാസ്സിലും ഖുർആന്റെ ക്ലാസ്സുകളും കേൾക്കുന്ന കാര്യങ്ങൾ പരസ്പരം മുദാക്കറ ചെയ്യണം, ചർച്ച ചെയ്യണം. എന്നാലാണ് ഓർമ്മയ്ക്കുള്ളത്. അത് കേട്ടുപോയാൽ മറന്നുപോകും. അതുപോലെ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് കേൾക്കുന്ന കാര്യങ്ങൾ റെക്കോർഡിങ് വരുന്നുണ്ട്, അതൊരു ബുക്കിൽ നോട്ട് ചെയ്തൊന്ന് ഒന്ന് എടുക്കുന്ന വായിച്ചു വെക്കലാണ് ഓർമ്മ ഉണ്ടാവുക. കേട്ടുപോയി നമ്മൾ ധാരാളം മിസ് ചെയ്ത് കേൾക്കുന്നവരാണ്, അത് വീണ്ടും മറന്നു പോകാൻ കാരണമായി തീരും. അള്ളാഹു തആല അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എന്തെങ്കിലും കാര്യം സംശയം ഉണ്ടെന്ന് മെസ്സേജ് ഇൻഷാ അല്ലാഹ് വാട്സാപ്പിൽ അയക്കുകയും ചെയ്യണം. ഇൻഷാ അല്ലാഹ്. ഇന്ന് അല്പം സമയം കുറവായതിന്റെ പേരിൽ ക്ലാസ് നിർത്താം. സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനക്കല്ലാഹി ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.